സ്കൂൾ പൂട്ടിയിട്ട് ഇതുവരെ വിരുന്ന് പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഏതായാലും വിഷുവിന് പോകാമെന്ന് വിചാരിച്ചതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിന്നുട്ടി മണിക്കുട്ടനൊക്കെ ഓട്ടോയിലാണ് കേട്ടോ. അമ്മയും അച്ഛനും ഉണ്ട്. അപ്പോൾ അവർ ഓട്ടോയിൽ വരുന്നുണ്ട്. ഞങ്ങൾ സ്കൂട്ടിയിലും പോയി കേട്ടോ. വീട്ടിലെത്തിയപ്പോഴേക്ക് ഏകദേശം സദ്യയൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സദ്യ കഴിക്കാനിരുന്നു. അത് കഴിഞ്ഞിട്ട് വേണം ചിന്നുവിന് സൈക്കിൾ വാങ്ങാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സൈക്കിൾ വാങ്ങാൻ പോകണമെന്ന് എഴുതിയിട്ട് വേഗം ഭക്ഷണമൊക്കെ കഴിക്കാമായിരുന്നു കേട്ടോ. ചിന്നുട്ടി കഴിക്കാൻ തുടങ്ങി. പപ്പടമൊക്കെ അത് പൊട്ടിച്ച് ചോറിലൊക്കെ ഇട്ടിട്ടോ. ഫുള്ളായിട്ട് കഴിച്ചാൽ മതിയായിരുന്നു, എന്താണെന്നറിയില്ല. അങ്ങനെ അവൾ കഴിക്കാനിരുന്നു. കൂട്ടത്തിൽ ഞങ്ങളൊക്കെ കഴിക്കാനിരുന്നു കേട്ടോ. സാമ്പാർ ഉണ്ടായിരുന്നു, പിന്നെ അവിയലും മത്തനും പയറും, പിന്നെ എന്താ പുളിയിഞ്ചി അച്ചാർ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പായസം ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവർ കുറച്ച് നേരം കളിക്കാനിരുന്നു കേട്ടോ. രണ്ടുപേരും കൂടെ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി വെച്ച വണ്ടിയാണ് കേട്ടോ. മറ്റേ നമ്മൾ പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ നമ്മളൊക്കെ പ്രായത്തിലൊക്കെ ഇങ്ങനത്തെ വണ്ടിയിട്ടല്ലേ കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ചെറിയമ്മ ആരും ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ വണ്ടി. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ അതായിട്ട് കളിക്കാൻ കേട്ടോ. ഇങ്ങനത്തെ വണ്ടിയിട്ടൊക്കെ കളിച്ചവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ് അല്ലേ. പണ്ട് നമ്മളൊക്കെ ചെറുപ്പകാലത്തിലൊക്കെ ഇങ്ങനത്തെ വണ്ടികളായിരുന്നു. ആരെ നമുക്ക് സൈക്കിളൊക്കെ വാങ്ങി തരാം അല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പോൾ അതൊക്കെ പറയണതിൻ്റെ മുന്നേ അതൊക്കെ കിട്ടുന്നുണ്ട്. ചിന്നു കുറേ ദിവസമായിട്ട് അച്ഛനോട് പറയണം. അങ്ങനെ അച്ഛനെ സോപ്പിട്ട് സൈക്കിൾ വാങ്ങാൻ പോവുകയാണ് അവർ അച്ഛനെ സോപ്പിട്ട് വെച്ചിരുന്നു കേട്ടോ സൈക്കിൾ വാങ്ങാനൊക്കെ. അങ്ങനെ വണ്ടിയിട്ടൊക്കെ കളിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ഒരു 4 മണി നേരത്തെ പോയിക്കപ്പോൾ ഉച്ചയ്ക്ക് പോയിക്കപ്പോൾ അവിടെ തുറന്നിട്ടില്ല. അപ്പോൾ ഒരു 4 മണി ആ ടൈമിലാണ് അവിടെ തുറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്പേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പേക്കൊന്ന് വെയിലാറിയിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അതുവരെ കുറച്ച് നേരം അവർ കളിക്കട്ടെ വിചാരിച്ചു. ചിന്ന മണിക്കുട്ട അന്ന് നമ്മളെങ്ങോട്ടാ പോണേ? സൈക്കിൾ വാങ്ങാൻ പോവാ. ആർക്ക് സൈക്കിൾ വാങ്ങാനാ പോലെ? ചിന്നുവിന് സൈക്കിൾ വാങ്ങാനോ? ആരെ വാങ്ങി തരുന്നാണ്? അച്ഛൻ വാങ്ങി തരുന്നു. അപ്പൊ സൈക്കിൾ വാങ്ങാൻ പോയിട്ട് വരാ ഞങ്ങള് അല്ലേ. അമ്മയും ചിന്നും മണിക്കുട്ടനും സ്കൂട്ടിയിൽ പോയിട്ട് ഞാൻ വിളിച്ച് നടന്നു പോയി. വരുമ്പോൾ ഓട്ടോ വിളിച്ച് തരണ്ടേന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ. അമ്മ പിന്നെ അച്ഛൻ്റെ ലോട്ടറി കടയിൽ ഇരുന്നിട്ട് അച്ഛനും ഞങ്ങളുടെ കൂടെയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ സൈക്കിൾ വാങ്ങാൻ പോയി. ഇതൊരു ഫാൻസിയാണ് കേട്ടോ. അപ്പോൾ അതിൽ അത്ര നല്ല കളക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല സൈക്കിളിൻ്റെ. പക്ഷെ അവിടെ നിന്ന് വാങ്ങാതെ പോരാനും പറ്റില്ല. ചിന്നുട്ടിക്ക് അതന്നെ വേണം. സൈക്കിൾ വാങ്ങാതെ അവൾ പോരില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ പിന്നെ അവൾക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടതൊന്ന് വാങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ പോന്നു. ഒരു പച്ച കളർ സൈക്കിളാണ് കേട്ടോ. അവൾക്ക് അതന്നെ വേണം. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പോന്നു. അങ്ങനെ സൈക്കിളൊക്കെ വാങ്ങി വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ ചിന്നൂട്ടിക്ക് സൈക്കിൾ ഓടിച്ച് നോക്കണം. അപ്പോൾ അവൾക്ക് ഒറ്റയ്ക്ക് ഓടിക്കാനും വയ്ക്കില്ല. ലച്ചുമോൾ അവളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അടുത്തുള്ളൊരു മോളാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ അവൾ വരികയാണ് ക്യാമറയ്ക്ക്. അപ്പോൾ അങ്ങനെ അവളെയും കുറച്ച് നേരം വീഡിയോ ഒക്കെ പിടിച്ചത്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞിരിക്കായിരുന്നു. അപ്പോൾ ചിന്നൂട്ടി ലച്ചും കൂടെ സൈക്കിൾ ഓടിച്ച് നടക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇരുട്ടായപ്പിക്കുന്ന പടക്കം പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങാടിപ്പുറത്ത് പ്രാവശ്യം വിഷു ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ പടക്കമൊക്കെ പൊട്ടിച്ചത്. അങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ചതാ ഞങ്ങൾ വിഷു ആഘോഷിച്ചു. അപ്പോൾ എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ.